സുഹൃത്തുക്കൾ ഒന്നിച്ചിരുന്നു കഴിഞ്ഞാല് എന്തായാലും സംസാരിക്കുന്ന ഒരു വിഷയമായിരിക്കും നമുക്കൊരു ബിസിനസ് തുടങ്ങണം. ഇനി കുറച്ച് കസിൻസ് ഒന്നിച്ചിരുന്നു എന്ന് വിചാരിക്കുക. അവരെന്തായാലും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയമായിരിക്കും എന്ത്? ഒരു ബിസിനസ് തുടങ്ങണം. ഇനി ഒന്നും വേണ്ട. ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന രണ്ടാൾക്കാര് എന്തായാലും സംസാരിച്ചിട്ടുണ്ടാവും, മച്ചാ നമുക്ക് ഇതൊക്കെ വിട്ടിട്ട് ഒരു ബിസിനസ് തുടങ്ങണം. സോ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവുന്ന ഒരു ആഗ്രഹമാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ഓണ്ടർപ്രണർ ആവണം എന്നുള്ളതൊക്കെ. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതൊരിക്കലും ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള വീഡിയോ അല്ല കേട്ടോ. ചിലപ്പോൾ ഭാവിയിൽ ഞാൻ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം, എങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഇത് നമ്മുടെ മനസ്സിൽ ബിസിനസ് എന്നുള്ള ഒരു ഐഡിയ മാത്രമേ ഉണ്ടാവും. എങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബിസിനസ് രൂപത്തിലേക്ക്, ഒരു പ്ലാനിലേക്ക് എത്തണം എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഒരു ബിസിനസ് ഐഡിയയിലേക്ക് നമ്മൾ എത്തുന്നതിന്റെ മുന്നേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹായ്, ഇറ്റ്സ് മീ പുണ്യ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ദിസ് പോഡ്കാസ്റ്റ്. ഞാൻ അവസാനം ദിസ് പോഡ്കാസ്റ്റ് എന്നുള്ള പേര് എന്നെ ഫൈനലൈസ് ചെയ്തു കേട്ടോ, കാരണം എനിക്ക് പേരൊന്നും കിട്ടുന്നില്ല. സോ ഫോർ ദ ടൈം ബീങ് ഇറ്റ്സ് ദിസ് പോഡ്കാസ്റ്റ്. ഇനി ഇതൊക്കെ പറയാൻ താനാരാ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ബിസിനസ് പരമായി ഭയങ്കര വലിയ അച്ചീവ്മെന്റ്സ് ഒന്നും നിങ്ങളോട് പറയാനില്ല. പക്ഷെ എനിക്കൊരു ബിസിനസ് ഉണ്ട്. എന്റെ ബിസിനസിന്റെ പേര് മെഴുക് എന്നാണ്. അതൊരു ക്യാൻഡിൽ ബിസിനസ് ആണ്. സോ അത് ഞാൻ 2 കൊല്ലം മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് എന്റെ ഫാമിലി വന്നിട്ട് ഒരിക്കലും ഒരു ബിസിനസ് ഫാമിലി അല്ല. എന്റെ ഫാമിലിയിലെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഞാനാണ് ഫസ്റ്റ് വൺ ടു സ്റ്റാർട്ട് ബിസിനസ്. ഒരു പ്രോപ്പർ ബിസിനസ് എന്നുള്ള മോഡലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനാണ്. സോ എനിക്ക് ചോദിക്കാനൊന്നും ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നിൽ. ആക്ച്വലി ഇപ്പോഴും എന്റെ ബിസിനസ് ഒരു ബിൽഡിംഗ് സ്റ്റേജിലാണ്, ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഒരു ഓൺലൈൻ ബിസിനസ് ആയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ഞാനൊരു പുതിയ ഓഫീസ് റെന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 1-2 ഷോപ്സിൽ എന്റെ ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസിന്റെ ആളായതുകൊണ്ടും ഈ ബിസിനസ്സിൽ ഒരു പരിചയമില്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട്. സോ അത് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്, എങ്ങനെയാണ് ഒരു ബിസിനസ് ഐഡിയയിലേക്ക്, ഒരു പ്രോപ്പർ ബിസിനസ് ഐഡിയയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്. സോ ഞാൻ ഇപ്പൊ നിങ്ങളോട് ഒരു 5 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ 5 കാര്യങ്ങൾ എന്നെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് എന്റെ അഭിപ്രായത്തിൽ, എന്റെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. എന്റെ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ തിങ്ക് അ ലോട്ട് എന്നാണ്. കാരണം ഞാൻ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്, നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങണം എന്നുള്ളത്. പക്ഷെ എന്റെ ഒരു ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിലോ അല്ലെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചിന്തിച്ചിട്ടൊക്കെ ചെയ്യുന്ന തന്നെയാണ് നല്ലത്. കാരണം ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും ഇതൊരു 9 to 5 ജോബ് പോലത്തെ ജോബ് അല്ല. കാരണം 9 to 5 ജോബിൽ ഇപ്പൊ ഞാൻ ലൈബ്രറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം, ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്റെ മൈൻഡ് റിലാക്സ്ഡ് ആണ്. പക്ഷെ ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ലീവ് ഇല്ല. ലൈക്ക് ലീവ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മളെ മൈൻഡിൽ ബിസിനസ് ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ ഈവൻ സൺഡേസിലടക്കം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ഇറ്റ്സ് എ ഓൾ ടൈം ജോബ്. 24 hours നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ തിങ്ക് എ ലോട്ട് എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ ആദ്യം തിങ്ക് ചെയ്യേണ്ട സാധനം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എന്ത് ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. സോ ഫസ്റ്റ് തിങ് ഇസ് സെലക്ട് എ ബിസിനസ്. നമ്മൾ ഒരു ബിസിനസ് സെലക്ട് ചെയ്യുക. ചില ആൾക്കാർക്ക് അത് ഓൾറെഡി എന്തുണ്ടാവും, ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ടാവും, എന്ത് ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാവും. ഞാൻ അതിനെ പറ്റിയിട്ട് പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. കാരണം എങ്ങനെ ഒരു ബിസിനസ് ഐഡിയയിലേക്ക് നമുക്ക് എത്താം, നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഈ ബിസിനസ് സെലക്ട് ചെയ്യാന്നുള്ളതിൽ നമുക്ക് പല ടൈപ്പ് ബിസിനസ് ഉണ്ടല്ലോ. ലൈക്ക് ഇപ്പൊ മാനുഫാക്ചറിങ് ബിസിനസ് ഉണ്ടാവും, ട്രേഡിംഗ് ഉണ്ടാവും, സർവീസ് ഉണ്ടാവും. ഇതിൽ ഏതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിൽ ഏത് ബിസിനസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ ഈ തിങ്കിങ് പ്രോസസ്സിന്റെ സമയത്താണ് നമ്മൾ ഫൈനലൈസ് ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് വേറൊരു കാര്യം കൂടി ചിന്തിക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനൊക്കെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ബിസിനസ്സിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. അവരെങ്ങനെ വിജയിച്ച്, അവരെന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ നോക്കാം. ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള റിസർച്ച് നമ്മൾ എവിടെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഫസ്റ്റ് പ്രോസസ് ആയിട്ടുള്ള തിങ്ക് എ ലോട്ട് എന്നുള്ള പ്രോസസ്സിലാണ് ചെയ്യേണ്ടത്. ഈ തിങ്ക് എ ലോട്ട് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ
ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ, കാരണം ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ യൂട്യൂബിൽ തന്നെ ആയിരുന്നു. ലൈക്ക് യൂട്യൂബിൽ ഞാനിങ്ങനെ എന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു കാൻഡിൽ ബിസിനസ് ആണല്ലോ. സോ എങ്ങനെയാണ് കാൻഡിൽസ്, ഡിഫറെന്റ് ടൈപ്പ് കാൻഡിൽസ് ഏതാണ്, ഏറ്റവും കൂടുതൽ ഇപ്പോ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്, കേരളത്തിൽ എത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റേത് പെർട്ടിക്കുലർലി എന്താ പറയാ, സസ്റ്റൈനബിൾ കാൻഡിൽസ് ആണ്, ലൈക്ക് എക്കോ ഫ്രണ്ട്ലി വെജിറ്റബിൾ കാൻഡിൽസ് ആണ്. സോ അങ്ങനെ നമുക്ക് ചിന്തിക്കാം, നമ്മളുടെ കാൻഡിലിനെ നമുക്ക് എങ്ങനെ നമ്മൾ ആൾക്കാരെ മുന്നിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു, അതിന് എത്രത്തോളം സ്വീകാര്യതകളുണ്ട്, എത്ര ആൾക്കാർ അത് വാങ്ങുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ എന്തുണ്ട്, ആദ്യത്തെ ഒരു പ്രോസസ്സ് വേണം. അതിനാണ് നമ്മൾ പറയാ തിങ്ക് അ ലോട്ട്. ആ ബിസിനസിനെ പറ്റി നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ധാരണ വേണം. ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ആണ്. ഈ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതിനെ കൊണ്ട് ഞാൻ ഒരിക്കലും ഒരു ഗ്രൂപ്പ് ആൾക്കാരെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ഉദ്ദേശിക്കാതിരിക്കുന്നുമില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ ബിസിനസ് ഒരു ലോങ് ടൈമിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, കുറെ കാലം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അത് നമ്മളുടെ മെന്റൽ സപ്പോർട്ട് ആവാം, ഇല്ലെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് ആവാം. ഈ സപ്പോർട്ടിൽ രണ്ട് ടൈപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് മാൻ പവർ ആണ്. മാൻ പവർ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കൂടെ സഹായിക്കാൻ ആൾക്കാരുണ്ടോ, ഒരു പ്രോപ്പർ ടീം ഉണ്ടോ, ഇതിനെയാണ് നമ്മൾ ഒരു മാൻ പവർ സപ്പോർട്ടിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുള്ള ആൾക്കാർ വളരെ ലക്കിയാണ്. ഇപ്പൊ എന്റെ കാര്യമൊക്കെ പറയാന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ടീം ഒന്നുമില്ല. എന്റെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ പാരന്റ്സും എന്റെ ഫ്രണ്ട്സും ആണ്. സോ നിങ്ങൾക്ക് അങ്ങനെ റിലേ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ, അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ ഞാൻ ഈ ബിസിനസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആരൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും, ഈ ബിസിനസിനെ പറ്റിയിട്ട് കുറച്ചെങ്കിലും നോളേജ് ഉള്ള, അല്ലെങ്കിൽ എനിക്ക് അഡ്വൈസസ് ഒക്കെ ചോദിക്കാൻ പറ്റിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ കേപ്പബിൾ ആണോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ആര് ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം. ഈ സപ്പോർട്ട് സിസ്റ്റത്തിൽ രണ്ടാമത് വരുന്ന പോയിന്റ് ആണ് മണി, അല്ലെങ്കിൽ ക്യാഷ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് കുറച്ച് കാലെങ്കിലും റൺ ചെയ്യാനുള്ള ക്യാപിറ്റൽ ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു 1000 rupees വെച്ചിട്ടും 2000 rupees വെച്ചിട്ടൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. ഞാനും സജസ്റ്റ് ചെയ്യുക സ്മോൾ സ്കെയിലിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ ബിസിനസ് കുറച്ചും കൂടി ഉയർത്താനൊക്കെയുള്ള ക്യാപിറ്റൽ നമ്മളുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിലെങ്കിലും നമുക്ക് നമ്മളുടെ ബിസിനസ് മുന്നോട്ട് പോകാനുള്ള ക്യാപിറ്റൽ നമ്മളുടെ കയ്യിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതിന് ഒത്ത ബിസിനസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു പ്രോപ്പർ ധാരണ നമുക്ക് വേണം. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് ബിസിനസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമുക്ക് അത് റൺ ചെയ്യാനുള്ള ക്യാഷ് നമ്മളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ, റോ മെറ്റീരിയൽസ് വാങ്ങാനുള്ള ക്യാഷ് നമ്മളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. ഇപ്പൊ ഞാൻ തുടങ്ങുമ്പോൾ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്റേത് കാൻഡിൽ ബിസിനസ് ആയതുകൊണ്ടും അതിന് ഒരുപാട് റോ മെറ്റീരിയൽസ് ഉള്ളതുകൊണ്ടും എന്റെ എന്താ പറയാ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് അത്യാവശ്യം ക്യാഷ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ആ ക്യാഷ് എനിക്ക് തന്നത് എന്റെ അച്ഛനും അമ്മയാണ്. ആൻഡ് എന്റെ ഒരു ഭാഗ്യം എന്താ ഉണ്ടായത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 1-2 ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്തപ്പോൾ, എന്റെ ഫ്രണ്ട്സ് അതിനെ പറ്റിയിട്ടൊക്കെ സ്റ്റോറി ഇട്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് ഓർഡേഴ്സ് വന്നു. സോ ആ പൈസ റോൾ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പ്രൊഡക്ട്സ് വാങ്ങിച്ച് അങ്ങനെ ചെയ്തത്. നമ്മളുടെ കയ്യിലുള്ള ഇൻകം വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ധാരണ നമുക്ക് എന്ത് വേണം, നമുക്ക് വേണം. ഇനി അടുത്ത് എനിക്ക് പറയാനുള്ളത് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ആണ്. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങളിപ്പോ റോ മെറ്റീരിയൽസ് എന്താണെന്ന് അറിയില്ലേ? റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചെയ്യുന്ന ബിസിനസ് എസ്പെഷ്യലി മാനുഫാക്ചറിങ് ഒക്കെ ആണെങ്കിൽ അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ റോ മെറ്റീരിയൽസ് എന്ന് പറയാം. ആ റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി നമുക്ക് ഉണ്ടോ എന്നുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കുന്ന ബിസിനസ് ഒന്നും നമ്മൾ ചിന്തിക്കില്ലല്ലോ, ഉദ്ദേശം നമുക്ക് അതിനുള്ള സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അത് കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിപ്പോയി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എന്റെ ബിസിനസിനെ പറ്റിയിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്റെ ക്യാൻഡിൽ ഉണ്ടാക്കുന്നത് സോയ വാക്സ്, ലൈക്ക് സോയാബീൻ ഉണ്ടാക്കുന്ന വാക്സ്, വെജിറ്റബിൾ വാക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഓയിൽ യൂസ് ചെയ്യുന്നത് എസെൻഷ്യൽ ഓയിൽ ആണ്. സോ ഞാൻ എന്ത് കണ്ടുപിടിക്കണം, എവിടുന്നൊക്കെ എനിക്ക് സോയ വാക്സ് കിട്ടും. ഞാൻ ഈ ബിസിനസ് വലുതാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണോ, ഈ നമ്മളുടെ ഈ ലൊക്കാലിറ്റിയിൽ അത് എവിടെയെങ്കിലും അവൈലബിൾ ആണോ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അധികം കിട്ടാൻ സാധ്യത ഉള്ളത് എവിടെ നിന്നാണ്, ഇതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് കുറവിനുള്ള പ്രൊഡക്ട്സ് എവിടെയായിരിക്കും കിട്ടുക, ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ധാരണ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സമയത്ത് ബിൽഡ് ചെയ്തെടുക്കാം. ഇനി അടുത്ത് പറയാൻ പോകുന്നത് എന്താ വെച്ചാല്, മേക്ക് എ 1 year പ്ലാൻ.
ഒരു കൊല്ലത്തേക്കുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ് കാണാൻ ഉദ്ദേശിക്കുന്നത് ഒരു കൊല്ലത്തിന് ശേഷം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാൻ നമുക്ക് ഉണ്ടാക്കുക. ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ പോകണമെന്നൊന്നുമില്ല കേട്ടോ നമ്മളുടെ പ്ലാന്. പ്രോപ്പർ കാലം അല്ലെങ്കിൽ ടൈം അല്ലെങ്കിലും നമ്മൾ ഇന്ന അപ്ഡേറ്റ്സ് നമ്മളെ പ്രൊഡക്ട്സിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ ആദ്യം ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡ്രസ്സിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ടാവില്ല, എല്ലാ മെറ്റീരിയൽസും കൂടി ആദ്യം ചെയ്യുന്നുണ്ടാവില്ലല്ലോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ടാവും, വളരെ കുറച്ച് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യും, വളരെ കുറച്ച് പാറ്റേൺസ് സെലക്ട് ചെയ്യും അല്ലെ. ആദ്യം അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചിട്ട് അവർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ, കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ആക്സെപ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം അല്ലെ. ഒരു കൊല്ലത്തേക്ക് നമ്മൾ നമ്മളുടെ ബിസിനസിനെ പറ്റി കാണുന്ന ഒരു പ്ലാൻ നമ്മളുടെ കയ്യിലുണ്ടാവണം. അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ബ്ലാങ്ക് പേജ് ആയിട്ട് നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മൾ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്തിരിക്കാൻ പറ്റില്ല നമുക്ക് ഐഡിയാസ് തരാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് അറിയണം നമ്മളുടെ ബിസിനസ് എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഡിസിഷൻസ് ആണ് ഭാവിയിൽ എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. ഈവൻ ദോ ഇതൊന്നും നടക്കണം എന്നില്ല, ലൈക്ക് ഞാനൊരു നെഗറ്റീവ് പെർസ്പെക്റ്റീവില് പറയല്ല, നമ്മളൊരു ബിസിനസിന്റെ കാര്യമാണ്, അത് ഏത് വഴിയിൽ സഞ്ചരിക്കും. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ സ്പീഡിൽ നമ്മുടെ ബിസിനസ് വളർന്നു എന്ന് വരാം, സ്ലോ ആയി എന്ന് വരാം. പക്ഷെ സ്റ്റിൽ നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർ പ്ലാൻ വേണം, അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ പ്ലാൻ വേണം നമ്മുടെ ബിസിനസ് എങ്ങോട്ടാണ് എത്താൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. പിന്നെ നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്താ വെച്ചാല്, പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, ഒരു ബുക്ക് എടുക്കുക. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ബിസിനസ്സിന് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒരു ബുക്ക് എടുക്കുക. എന്നിട്ട് ഒരു പ്ലാന് സെറ്റ് ചെയ്യുക. നമ്മൾ ബുക്ക് ഈ ബിസിനസ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട്, എന്നിട്ട് അതിൽ നമുക്ക് ഈ ബിസിനസ്സിനെ പറ്റിയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം മുതൽ തിങ്ക് അലോട്ട്, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പ്രോസസ്സ് മുതലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ടൈം, നിങ്ങൾ അക്വയർ ചെയ്യുന്ന നിങ്ങളുടെ നോളേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡയറിയിൽ നിങ്ങൾ എഴുതിയിടുക. സോ നിങ്ങൾക്ക് ആ ഡയറി റെഫർ ചെയ്യാൻ പറ്റും അല്ലെ. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മറിച്ച് നോക്കിയിട്ട് ആ 1 ഇയർ പ്ലാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഐഡിയാസ് എന്നുള്ളതിനെ പറ്റിയിട്ട്. സോ ഒരിക്കലും അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ച് വിടാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, റൈറ്റ് ഇറ്റ് ഡൗൺ. ലാസ്റ്റ് കാര്യം പറയാനാണെങ്കിൽ നിങ്ങളൊരു യുണീക് നെയിം കണ്ടുപിടിക്കണം നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്. കാരണം ആദ്യമായിട്ട് കുറെ പേര് യൂസ് ചെയ്യാത്തൊരു നെയിം, ലൈക്ക് നിങ്ങളുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്. അപ്പൊ നിങ്ങൾക്ക് മാത്രമുള്ളതായിരിക്കണം ആ നെയിം. ഒരു കസ്റ്റമർ ആ പേര് കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കണം ഓർമ്മ വരേണ്ടത്, നിങ്ങളുടെ ബ്രാൻഡ് ആയിരിക്കണം ഓർമ്മ വരേണ്ടത്. നിങ്ങൾ യുണീക്ക് ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് കേട്ട ഇഷ്ടപ്പെടുന്ന പോലത്തെ നിങ്ങളുടെ പ്രൊഡക്റ്റിനായിട്ട് മാച്ച് ചെയ്യുന്ന നെയിം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻസ്റ്റഗ്രാം എടുത്തിട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ എടുത്തിട്ട് അങ്ങനത്തെ പേജിൽ സെയിം കൈൻഡ് ഓഫ് ബിസിനസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന നെയിമാണ്, നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് നെയിംസ് കണ്ടുപിടിക്കാം അല്ലെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കിയിടുക. എന്നിട്ട് നിങ്ങളുടെ നെയിം അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഇതാണ് എന്റെ ബിസിനസ്. ഇതൊക്കെ എപ്പോഴാ ചെയ്യേണ്ടത് വെച്ചാല്, നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു, നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടി, പിന്നെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ടീം ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ ആയിട്ടുള്ള ഒരു പ്രോപ്പർ 1 ഇയർ പ്ലാൻ നിങ്ങളുടെ കയ്യിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലാണ് നിങ്ങൾ ഈ യുണീക് നെയിം സ്റ്റാർട്ട് ചെയ്യുക. ഞാനൊക്കെ ചെയ്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, ഞാൻ വൺസ് ഈ മെഴുക് എന്നുള്ള നെയിമിലേക്ക്, ഞാൻ ആക്ച്വലി ഇംഗ്ലീഷ് നെയിംസ് ഒക്കെ എന്റെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഒരു ക്യാൻഡിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കണ്ടതിനൊക്കെ അങ്ങനത്തെ നെയിംസ് ആയിരുന്നു. പക്ഷെ അറ്റ് ലാസ്റ്റ് ആണ് ഞാൻ വിചാരിച്ചത് മെഴുകുതിരിയല്ലേ. സോ ഇറ്റ്സ് ലൈക്ക് മെഴുക് എന്ന് പറയുമ്പോൾ അതിനൊരു മലയാളി ടച്ച് ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു എക്കോ ഫ്രണ്ട്ലി, ഒരു പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് മെഴുക് എന്നുള്ള പേര് ആ ബിസിനസ്സിന് ഒരുപാട് അനുയോജ്യമായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ആ പേര് സെലക്ട് ചെയ്തത്. പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടും ഫാമിലിനോടൊക്കെ പറഞ്ഞപ്പം അവര് അപ്രൂവ് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഞാൻ മെഴുകിലേക്ക് എത്തിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് അതങ്ങ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാം. നിങ്ങളോട് ആരും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, എന്റെ ബിസിനസിന്റെ പേര് ഇതാണ്, ഞാൻ അതങ്ങ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങ് എടുക്കണം നിങ്ങൾ. സോ ഈ 5 കാര്യങ്ങളാണ് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ, നിങ്ങൾ ബിസിനസ്സിലേക്ക് എത്തുന്നതിന്റെ മുന്നേ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എന്റെ വളരെ ചെറിയൊരു അറിവിൽ നിന്നിട്ടാട്ടോ ഞാൻ സംസാരിക്കുന്നത്, എന്റെ അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഞാൻ സംസാരിക്കുന്നത്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റിൽ പറയാം. ഇത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എനിക്ക് പറഞ്ഞു തരാം. ഞാനത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്.
ഒരു പ്രോപ്പർ പ്ലാനോട് കൂടിയിട്ട് നമ്മൾ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ഐഡിയാസിനെ നിങ്ങൾ നർച്ചർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിന് വെള്ളവും വളമൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഒരു ഐഡിയ ആയി ഡെവലപ്പ് ചെയ്തെടുക്കുക, ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കുക, എന്നിട്ട് അതങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ടു യുവർ ബിസിനസ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരു ബിസിനസ് ഐഡിയ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പറയാം ലെറ്റ്സ് സ്റ്റാർട്ട്, നമുക്ക് ഇങ്ങനത്തെ പ്ലാൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം ഇരിക്കാം, എന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് നമുക്കൊരു പ്രോപ്പർ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഓൾ ദ ബെസ്റ്റ് യുവർ ബിസിനസ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് മറുപടി സന്ധിക്കും വരയ്ക്കും വണക്കം.